ആവേശോജ്വലമായി കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പദയാത്ര ശ്രീകാര്യം മൺവിളയിൽ നിന്നും ആരംഭിച്ച പദയാത്രയിൽ ബി.ജെ.പി. പ്രവർത്തകരും നേതാക്കളും അണിനിരുന്നു. എം.എസ്. വീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിയോജക മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പുരോഗമിക്കുകയാണ്. നിരവധി പ്രവർത്തകരാണ് ഈ പദയാത്ര അനുഗമിക്കുന്നത്. ഇപ്പോൾ ശ്രീകാര്യം മണ്ഡല ഭാഗത്തുകൂടിയാണ് ഈ പദയാത്ര പോകുന്നത്. ഒപ്പം തന്നെ ബി.ജെ.പിയുടെ മുതിർന്ന മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരനടക്കം ഈ ഒരു പദയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മണ്ഡലത്തിൽ ഇതോടുകൂടി ബി.ജെ.പിക്ക് കൂടുതൽ പ്രാധാന്യം നേടുകയാണ്. മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി വി മുരളീധരൻ എത്തുന്നതോടുകൂടി കഴക്കൂട്ടത്ത് വാശിയേറിയ മത്സരമാകും നടക്കുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പദയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി പേർ പദയാത്ര കാൽനടയായി സഞ്ചരിച്ച് ജനങ്ങളെ കാണുക എന്നുള്ള ഒരു തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത 10 ദിവസക്കാലം ഈ മണ്ഡലത്തിലെ 28 വാർഡുകളിലും കാൽനടയായി സഞ്ചരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. ഒരു മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. ജനകീയ പ്രശ്നങ്ങൾ കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, കുടിവെള്ളം കിട്ടാത്ത നിരവധി പ്രദേശങ്ങൾ, അങ്ങനെയുള്ള പ്രദേശങ്ങളാണ് ഈ കഴക്കൂട്ടം മണ്ഡലത്തിലുള്ളത്. യാത്രാ സൗകര്യമില്ലാത്ത റോഡുകൾ, അതാണ് ഈ മണ്ഡലത്തിലുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ കുറിച്ച് ഇവിടെ വലിയ വികസനമുണ്ടായി എന്നുള്ള അവകാശവാദത്തിന്റെ പൊള്ളത്തരം അത് ജനങ്ങൾക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുക. തീർച്ചയായും ജനങ്ങൾക്കൊപ്പമുള്ള അവരുടെ വികസനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നിരവധി പേരാണ്, നാട്ടുകാരടക്കം നിരവധി കഴക്കൂട്ട നിവാസികളാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ വളരെ സന്തോഷത്തോടു കൂടിയാണ് കഴക്കൂട്ട നിവാസികൾ കാണുന്നത് എന്നുള്ളതാണ്. ബി.ജെ.പി. മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി ശ്രമിക്കേണ്ടതുണ്ട്. കടന്നു വരുന്ന വഴികളിലൊക്കെ സ്വീകരിക്കാൻ കാത്തുനിൽക്കുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുതിർന്ന സ്ത്രീകൾ, അമ്മമാർ ഒക്കെ താമര നൽകിക്കൊണ്ട് അവർ അഭിവാദ്യം നൽകുകയാണ്, പിന്തുണ നൽകുകയാണ്. വലിയ തരത്തിലുള്ള പിന്തുണ തന്നെയാണ് നമുക്ക് ആദ്യ പദയാത്രയിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കുമ്മനം രാജശേഖരന്റെ പ്രതികരണം നേടേണ്ടതുണ്ട്. വലിയ ആവേശം, വലിയ സ്വീകരണം ആദ്യ പദയാത്രയിൽ. കാലത്തിന്റെ ചുവരെടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് എല്ലായിടത്തും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, അവർക്കെല്ലാം ഗംഭീര സ്വീകരണം. അമ്മമാർ അതുപോലെ തന്നെ നിരവധി സ്ത്രീകളൊക്കെ സ്വീകരണം നൽകുന്നത് കാണാം. ഇത് തന്നെയാണ് ഈ ഒരു പദയാത്ര അല്ലെങ്കിൽ വി മുരളീധരന്റെ ജനങ്ങൾ എത്രത്തോളം ഹൃദയത്തിലേറ്റി അവർ എത്രത്തോളം പിന്തുണയ്ക്കുന്നു എന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.